രാജ്യത്തിന്റെ വികസന ചരിത്രത്തിൽ മറ്റൊരു സുപ്രധാന നാഴികക്കല്ല് കൂടി കുറിക്കപ്പെടുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളിലൊന്നായ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ഭാഗമായി ഭാരതത്തിലെ ആദ്യത്തെ 8 വരി തുരങ്കം ഗതാഗതത്തിനായി ഒരുങ്ങുകയാണ്. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപം പരിസ്ഥിതി സംരക്ഷണത്തിന് ഏറെ പ്രാധാന്യമുള്ള മുകുന്ദ്ര ഹിൽ ടൈഗർ റിസർവിന് അടിയിലൂടെയാണ് ഈ അത്യാധുനിക തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 4.9 കിലോമീറ്റർ നീളമുള്ള ഈ തുരങ്കം എഞ്ചിനീയറിംഗ് മികവിന്റെയും ആധുനിക സാങ്കേതിക വിദ്യയുടെയും മികച്ച ഉദാഹരണമായാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ വേഗത നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയെയും മുംബൈയെയും ബന്ധിപ്പിക്കുന്ന ഈ പാത ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ പ്രധാന സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു. ഈ പദ്ധതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത പരിസ്ഥിതി സംരക്ഷണത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. സാധാരണയായി വനമേഖലകളിലൂടെ റോഡുകൾ കടന്നുപോകുമ്പോൾ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണി ഉയരാറുണ്ട്. എന്നാൽ മുകുന്ദ്ര ഹിൽ ടൈഗർ റിസർവിലെ വന്യജീവികൾക്ക് യാതൊരു ശല്യവും ഉണ്ടാകാതിരിക്കാനാണ് തുരങ്ക നിർമ്മാണം തിരഞ്ഞെടുത്തത്. കടുവ ഉൾപ്പെടെയുള്ള വന്യജീവികൾ സ്വാഭാവികമായി സഞ്ചരിക്കുന്ന പ്രദേശങ്ങൾക്ക് മുകളിലൂടെ റോഡ് നിർമ്മിക്കുന്നതിന് പകരം ഭൂമിക്കടിയിലൂടെ തുരങ്കം നിർമ്മിച്ചതിലൂടെ അവയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ കഴിഞ്ഞു. വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന മാതൃക പദ്ധതിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഈ തുരങ്കത്തിനുള്ളിൽ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ക്യാമറകൾ വാഹനങ്ങളുടെ ചലനങ്ങൾ നിരീക്ഷിക്കും. അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ടെത്താനും അടിയന്തര ഇടപെടലുകൾ നടത്താനും ഈ സംവിധാനങ്ങൾ സഹായിക്കും. രാത്രികാല സുരക്ഷ വർദ്ധിപ്പിക്കാൻ നൈറ്റ് വിഷൻ സാങ്കേതിക വിദ്യയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുരങ്കത്തിനുള്ളിലെ വായു ഗുണനിലവാരം നിലനിർത്താൻ ശക്തമായ ജെറ്റ് ഫാനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വാഹനങ്ങളിൽ നിന്നുള്ള പുകയും ചൂടും നിയന്ത്രിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാരുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നതിനായി FM റേഡിയോ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപകടമോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടായാൽ ഡ്രൈവർമാർക്ക് തത്സമയം നിർദ്ദേശങ്ങൾ നൽകാൻ ഇതിലൂടെ സാധിക്കും. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് യാത്രാസമയം ഗണ്യമായി കുറയുമെന്നതാണ്. നിലവിൽ ഏകദേശം 24 മണിക്കൂർ വരെ എടുക്കുന്ന ഡൽഹി മുംബൈ യാത്ര എക്സ്പ്രസ് വേ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതോടെ വെറും 12 മണിക്കൂറായി ചുരുങ്ങും. ഇത് യാത്രക്കാരുടെ സമയലാഭം മാത്രമല്ല, ചരക്ക് ഗതാഗത മേഖലയ്ക്കും വലിയ ആശ്വാസമാകും. വ്യവസായ ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മറ്റ് വ്യാപാര വസ്തുക്കൾ എന്നിവ വളരെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നതോടെ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകും. ലോജിസ്റ്റിക് ചെലവ് കുറയുകയും വ്യവസായങ്ങൾക്ക് കൂടുതൽ മത്സരക്ഷമ കൈവരിക്കുകയും ചെയ്യും. അതിലൂടെ നിക്ഷേപം വർദ്ധിപ്പിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. രാജ്യത്തെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളായ ഡൽഹിയെയും മുംബൈയെയും കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ രംഗത്തെ വലിയ മുന്നേറ്റമായി കണക്കാക്കപ്പെടുന്നു. വികസനത്തിന്റെയും സാങ്കേതിക മികവിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും മികച്ച സമന്വയമാണ് ഈ തുരങ്ക പദ്ധതി. ഭാരതം ആധുനിക അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്നുവെന്നതിന്റെ മറ്റൊരു തെളിവായി ഇത് മാറുകയാണ്. ഭാരതത്തിന്റെ വികസന യാത്രയിൽ പുതിയ അധ്യായം തുറക്കുന്ന ഈ 8 വരി തുരങ്കം വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ പുരോഗതിയുടെ പ്രതീകമായി മാറുമെന്നതിൽ സംശയമില്ല.